ഗൈസ് ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് സിനിമയ്ക്ക് പോയാണ്, വ്ളോഗൊക്കെ പോയാണ്. ഞാനും ദീപ്തിയും കൂടി. ഇന്നലെ എൻ്റെ മറ്റേ വ്ളോഗിലുണ്ടായിരുന്ന ചുരുളം വ്ളോഗിന് പോകണേണ്. സോറി, സിനിമയ്ക്ക് പോകണം. ഓക്കെ, ഇത് ഇവിടെ ഒരാൾ വിളിക്കുന്നത്. രാവിലെ തന്നെ എണീറ്റ് ഓൺലൈൻ ട്യൂഷന് എടുത്തത് ഓൺലൈൻ ട്യൂഷൻ. സോറി, ഇപ്പോൾ അവിടെ നിന്ന് സാധനങ്ങൾ നോക്കണേണ്. മറ്റേ ഇത് ഓർഡർ ചെയ്ത പൗഡർ അവിടെ വീട്ടിൽ വെച്ച് മറന്നതൊക്കെ പറയണം. നമുക്ക് പൗഡറില്ലാണ്ട് നമുക്ക് പറ്റത്തില്ല, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സിനിമയാണ്. പക്ഷെ ഞാനൊന്നും പൗഡർ ഇടാറില്ല കേട്ടോ. ഞാനൊക്കെ നാച്ചുറൽ ബ്യൂട്ടിയാണ്. ഞങ്ങളിങ്ങനെ സംശയമാണ് ഞങ്ങൾ ഇന്ന് ഏത് ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്നത്. അതാണിങ്ങനെ ലാഗടിക്കുന്നത്. 8:15 ഇവിടെ നിന്ന് ഇറങ്ങണം. പക്ഷെ എനിക്ക് തീരുമാനിച്ചിട്ടില്ല ഇന്ന് കേട്ടോ. സോറി, അത് പറ്റില്ല. നല്ല ജലദോഷമുള്ള ടൈമാണ്. അപ്പോൾ ഇത് കണ്ടു വരും. അപ്പോൾ ഞങ്ങൾ സിനിമയ്ക്ക് പോകണ ഡ്രസ്സൊക്കെ തപ്പണയാണ്. ഇതാണ് എൻ്റെ പെട്ടി. എനിക്ക് പെട്ടിയുണ്ടോ? അവൾക്ക് പെട്ടിയില്ല. സോ അവൾക്ക് പെട്ടിയില്ല. അവൾക്ക് അവളുടെ അല്ല ഇതിൻ്റെ അകത്ത് അവളൊരു ചാക്കിലൊക്കെ കെട്ടിക്കൊണ്ടുവന്നത്. ഓരോ കിറ്റ്, കുഞ്ഞു കിറ്റിലൊക്കെ ആയിട്ട് അവളുടെ സാധനങ്ങൾ കൊണ്ടുവന്നത്. എനിക്ക് എൻ്റെ സാധനങ്ങളെല്ലാം ഇതിൽ തന്നെ ഇരിക്കണം. ഡ്രസ്സൊക്കെ തീരുമാനിച്ചിട്ട് അടുത്തെടുക്കാം. അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് തീരുമാനിച്ചു. ഡ്രസ്സ് കാണിച്ചു തരാം. അവിടെ വെക്കാൻ സ്ഥലമില്ല, അതാണ് ഏറ്റവും വലിയ തൊല്ല. ഇതെന്തായാലും ഷാമോട്ട് കണ്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ ചമ്മതി അല്ല, ഇത് ഇങ്ങനെ തന്നെ ചമ്മതി. ഞങ്ങൾ ഗെറ്റ് റെഡി വിത്ത് മീ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അവിടെ മെട്രോ ടിക്കറ്റ് മേക്കൊണ്ടിരിക്കുക. എടപ്പള്ളി അപ്പുറത്തെ ചേട്ടൻ. ഭയങ്കര വെയിൽ. സൺസ്ക്രീൻ കിട്ടാനുണ്ട്. എന്നാലും ഇങ്ങനെ പോകണല്ലോ കുറച്ചുകൂടി ബെറ്റർ. പെട്ടെന്ന് നമുക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് കയറാം. അപ്പം ഈ വഴി പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കറങ്ങണം. ഈ ഒരു കറങ്ങാൻ കുറച്ച് നേരം കറക്കുള്ളൂ. അത് അവിടെ എത്തിയിട്ടെടുക്കടി. എത്തിയിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ അത് കുറേ നാൾക്ക് ശേഷമാണ് ഇത്ര നേരത്തെ എണീക്കണത്. ഞാൻ ഒരു മാസമായിട്ട് ഞാൻ 8 മണിയോളം ഞാൻ കണ്ടിട്ടേ ഇല്ല. എൻ്റെ അമ്മ കഴിക്കില്ലേ ഇത്ര നേരത്തെ പിന്നെ എടുക്കാം ഫോട്ടോ. ഫോട്ടോസ് കാണാൻ പറ്റില്ല നിനക്ക് ഇതില്. അപ്പം ഞങ്ങൾ സഫർദർ ഹഷ്മി ലൈനിലെത്തിയിട്ടുണ്ട്. സഫർദർ ഹഷ്മി ലൈൻ എന്താണ്? അത് ചോദിക്കരുത്, അത് ആരാണ് പിന്നെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ എവിടെ എത്തി? നമ്മളിപ്പോൾ വൈറ്റിലെത്തി.
ഞങ്ങൾ പിന്നെ കുണ്ടന്നൂരായിരുന്നല്ലോ ഞങ്ങൾ വൈറ്റില, അല്ലാതെ പൊടിയല്ല. ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ എത്തി വൈറ്റില. അയ്യോ അങ്ങനെ പറയില്ല. ഞങ്ങളിപ്പോൾ ജസ്റ്റ് അഴവന്നൂർ മെട്രോ സ്റ്റേഷൻ ഫ്രം വൈറ്റില. ബാക്കിലാവുന്നുണ്ട്. എനിക്കെന്തല്ലോ ഇങ്ങനെ ക്യാമറ ടേൺ ചെയ്യാൻ പറ്റുന്നില്ല വീഡിയോ എടുക്കുന്നു. ഇങ്ങനെ തിരിച്ചു പിടിക്കണം. 8:10 എങ്ങനെ അങ്ങനെ പിടിക്കണം കേട്ടോ. യൂട്യൂബേഴ്സൊക്കെ അങ്ങനെയാണെന്നാണ് ഈ പുള്ളിക്കാരി പറയണത്. ഞങ്ങളപ്പോൾ ഇത് സ്കാൻ ചെയ്ത് അകത്തേക്ക് വരട്ടെ. വണക്കം ഫ്രണ്ട്സ്. ഞാൻ കരുതി ഞാൻ പിന്നെയും ഊമ്പി. ഇവള് 2 ടിക്കറ്റ് ബുക്ക് ചെയ്ത്, പക്ഷെ അവളെനിക്ക് അയക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് കയറാനും പറ്റുന്നുണ്ടായിരുന്നില്ല മെട്രോയിൽ നിന്ന്. പക്ഷെ ഞങ്ങളിപ്പോൾ ആലുവയിൽ പോകുന്നത് എസ്കലേറ്ററിലേക്കായി. എസ്കലേറ്റർ ഭയങ്കര പതിയെ പോണേ. എസ്കലേറ്റർ നാണക്കേടാണ് ഈ എസ്കലേറ്റർ. അങ്ങനെയൊന്നല്ല, ഷോ ഒന്നുമല്ല. അതെ, ഞങ്ങളിത് ഇവിടെ എത്തി. മെട്രോ നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ബൈക്കിനെ കാണാം. പടം കാണാനുള്ള ആത്മാർത്ഥതയിൽ ഒന്നും കഴിക്കാനും കുടിക്കാനും ആണ് ഇറങ്ങിയിരിക്കണേ. ഞാൻ കഴിച്ചോട്ടോ. എന്തെന്നാ കഴിച്ച്? അപ്പൊ തന്നെ പോക്ക് മാറി. ഒന്നും കഴിച്ചിട്ടില്ല. എനിക്ക് ഫിൽറ്റർ കോഫി. അപ്പൊ അവളെനിക്ക് ഫിൽറ്റർ കോഫി മേടിച്ചില്ലാന്നാണ് അവൾ പറയുന്നത്. മറ്റൊരു സ്റ്റിക്കർ ഏതൊരു സ്റ്റിക്കർ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇവളിപ്പോൾ കാണിച്ച ആ ഒരു ആക്ഷനിൽ. പക്ഷെ ഞാനിതൊരു സ്റ്റിക്കർ ഞാൻ ഫോണ് മാറ്റിയപ്പോൾ പേർക്കാണ്. ഓക്കെ, ഞങ്ങളുടെ മെട്രോ വണ്ടി വരുന്നുണ്ട്. ഞങ്ങളുടെ മെട്രോ വണ്ടി വരുന്നുണ്ട്. ഞങ്ങൾ നമ്മളെ കപ്പിൾസാണ് അല്ലേ? ഞങ്ങളിപ്പോൾ എവിടെ എത്തി? ലുലുമല്ലല്ല, എടപ്പള്ളി മെട്രോ സ്റ്റേഷൻ. ഇവിടുത്തെ മറ്റേ നമുക്ക് ഇതിൽ തന്നെ ഇറങ്ങാം, എസ്കലേറ്റർ അല്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ താഴത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. എസ്കലേറ്ററിൽ ഇറങ്ങാം. കാലിനോട് പോകുന്നത് പറച്ചിലായിട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രായമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഇവർക്ക് നല്ല പ്രായമുണ്ട് കേസ്. ഇപ്പം നല്ല പ്രായമുണ്ട്. ഞാൻ വെറും 20. ഞാൻ 21. കണ്ടായി 25 തോന്നിപ്പിക്കും. 21 നമുക്ക് അടുത്ത് ഇതിൽ കാണാം. മഴ പെയ്യുള്ളൂ, വെയിലുമുണ്ട്, മഴക്കാറുണ്ട്. കുറുക്കൻ്റെ കല്യാണം ഹെവി ആയിരിക്കും. എന്തൊക്കെ കടകളൊക്കെ ഉണ്ട് ഇവിടെ. എന്തൊക്കെ കടകളൊക്കെ ഉണ്ട് മെട്രോ സ്റ്റേഷൻ്റെ അകത്തുണ്ട്. പുറത്തേക്കുള്ള വഴിയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. മെട്രോൻ്റെ മിനി മെട്രോ. എനിക്ക് തോന്നുന്നു അത് മറ്റേ പുതിയ പ്ലാനാണോ അത്? ആണോ? അവിടെ എടപ്പള്ളിയുടെ അകത്ത് മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് മിനി മെട്രോ. ചിലപ്പോൾ അത് പുതിയ പ്ലാനിൻ്റെ ആവാം. എക്സിക്യൂഷൻ്റെ സന്തോഷത്തിൽ വെച്ചതാണ്.
40-45 സിനിമ. കുഴപ്പമില്ല, ഞങ്ങൾ എത്തും. ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ എനിക്കൊരു ചടപ്പാണ് ഇങ്ങനെ ഈ ഫോണും കൊണ്ട് പിടിച്ചെടുക്കുക. പക്ഷേ നമ്മൾക്ക് നമ്മുടെ കാര്യം നോക്കണതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അതായത് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുന്ന പറഞ്ഞാൽ നമുക്കൊന്നും എവിടെ എത്താനും പറ്റത്തില്ല. ഇനി അടുത്ത എസ്കലേറ്റർ, 3ാമത്തെ എസ്കലേറ്റർ ആയിരുന്നു. ഓക്കെ, പിന്നെ ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ നേരത്തെ എത്തി, അതിരാവിലെ എത്തി. ഇവിടെ തൂപ്പുകാർ ആവശ്യമുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നു. ഇവിടെ തുറക്കണ ആൾക്കാർ പോലും വന്നിട്ടില്ല. ഞങ്ങളാണ് നേരത്തെ എത്തിയത്. തുറക്കണുള്ളൂ. ഇന്ന് മഞ്ജു വാര്യരുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. ഇന്നായിരുന്നല്ലേ? ഇല്ല, ഇന്നാണോ? ടിവിയിൽ കണ്ട് ഹാപ്പി ബർത്ത്ഡേ. ഇല്ല, ഇന്നലെ ഇന്നലത്തെ ബർത്ത്ഡേ ഇന്നൊക്കെ അത് വിഷയമുണ്ട് ന്യൂസിലാ ഗൈസ്. അപ്പം നമ്മളത് വിശ്വസിക്കാം. അതിൻ്റെ ലൈറ്റ് കാരണം മുഖം നല്ല ബ്രൈറ്റ് ആണ്. ഇതിൻ്റെ ലൈറ്റ് സ്റ്റഡി ആക്കും. ചൂടെടുക്കണം. നമ്മളപ്പോൾ ഒരു സിനിമാ പ്രാന്തനാണ് ബാക്കിൽ വന്നിരിക്കണം. അവരപ്പച്ച ആരും വന്നിട്ടില്ല. ഞാൻ ആദ്യം ഒരു കാമാൻകുമായിട്ടായിട്ട് ഇങ്ങനെ ഒരു തിയേറ്റർ കാണുന്നു. ഇപ്പം ഇവിടെ എൻ്റെ ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈമാണ് വലിയ. ഇവിടെയാണ് മറ്റേ സൂപ്പർ സ്റ്റാർ അലൻ ജോസ് പെരേരയും. എൻ്റെ എന്താ കളർ വരാത്ത? നിന്റെ എന്താ കളർ വരുന്നത്? അപ്പോൾ അതിൻ്റെ ബ്രൈറ്റ്നെസ് കുറച്ച്. ഏതിൻ്റെ ബ്രൈറ്റ്നെസ്? ഫോൺ ബ്രൈറ്റ്നെസ് കൂട്ടണം. ഇവരുടെ ഫോൺ പൊട്ടയാണ്. എന്നിട്ടാണ് ഇവിടെ എൻ്റെ ഫോണിനെ താഴ്ത്തി കെട്ടണേ എങ്ങനെയെങ്കിലും. എന്നാലും എൻ്റെ അത്ര കളറുള്ള നോക്കാം. എൻ്റെ പ്യുവർ നാച്ചുറൽ കളർ. ഇതിപ്പോൾ പറഞ്ഞത് ഇവിടെയാണ് അലൻ ജോസ് പെരേര, സൂപ്പർ സ്റ്റാർ അലൻ ജോസ് പെരേരയും. പിന്നെ മറ്റെന്തിനാണ് നമ്മുടെ ആറാടുണ്ടെങ്കിൽ ഒന്ന് ആറാടാറുള്ള സ്ഥലം. ഇവിടെയൊക്കെ എത്ര ചുവടുകളാണ് ആറാട്ടണ്ണനൊക്കെ വെച്ചേക്കുന്നത്. ആരും കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഈ തിയേറ്റർ ആരും പറ്റി രാവിലെ എണീറ്റ് കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. നോക്കിയാൽ മതി, 2 പെമ്പിള്ളേര് ഫ്രണ്ടിൽ. എടുത്തിട്ട് ആൾക്കാർ നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് നൈറ്റ് ഇട്ടാൽ മതി. നൈറ്റ് ഇട്ടാൽ മതി. അയ്യോ ക്ഷമിക്കണം ഗൈസ്, ഞങ്ങൾ അങ്ങനത്തെ ചൂടായിട്ട് നൈറ്റ് ഇട്ടാൽ മതി. ലോകയുടെ ഇല്ല, ആൾക്കാർ ഈ പെണ്ണുകൊണ്ട് പ്രാന്തുണ്ട്. രാവിലെ പോയി ആൾക്കാർ കഴിക്കും പ്രാന്താണെന്ന് നോക്കി. എല്ലാവരും ഞങ്ങൾ ഒരുമാതിരി നോക്കുന്നു ഗൈസ്. അതും ഞങ്ങളിങ്ങനെ ഫോണിങ്ങനെ അതെന്താണെന്നറിയോ, ഇതുവരെ കട പോലും ഓപ്പൺ ആക്കിയിട്ടില്ല. അവരുടെ പോയിട്ട് കോഫി ഞാൻ ക്ലാസ്സിന് പോലും ഇത്ര നേരത്തെ പോയിട്ടില്ല. ഒരു ക്ലാസ്സിൽ പോയിരിക്കാൻ 9:30 ക്ലാസ്സൊക്കെ ഞാൻ 10:00 കയറിയിട്ടുള്ള ചരിത്രമേ ഉള്ളൂ. നീയും നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. ഞാൻ 2 മണി ക്ലാസ്സിന് റൂമിൽ ഇറങ്ങി 2:10 ആൾക്കാർ ഒരു സിനിമ നിങ്ങൾ പറയണ അത്രയും ആത്മാർത്ഥത ഉണ്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ. കണ്ടോ ബ്രേക്കിംഗ് ന്യൂസ്, ഹാപ്പി ബർത്ത്ഡേ മഞ്ജു വാര്യർ. ഞാൻ ഇന്നലെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടത് ബർത്ത്ഡേ ആണ്. ഞങ്ങളൊരു കോഫി വെച്ച് വെച്ചപ്പോൾ അവർ തുറന്നിട്ടേ ഉള്ളൂ. വരുമ്പോൾ ആറ്റി തുറന്നിട്ടേ ഉള്ളൂ, വെച്ചിട്ടേ ഉള്ളൂ. അതൊക്കെ ഓക്കെ, തുറക്കട്ടെ, വെക്കട്ടെ, അത് കഴിഞ്ഞിട്ട് കാണാം. കുറച്ചായിട്ടാണ് കേട്ടോ. മലയാളത്തിൽ പറയും മലയാളി. ഞങ്ങളൊരു കോഫി കുടിച്ച് വിശക്കണം. ഒന്നും കഴിച്ചിട്ടില്ല. 2 പേർക്ക് പ്രാന്താ. വിശന്ന് പ്രാന്തായതാ തോന്നുന്നു. ബൈ ബൈ. കൊച്ച് ഞങ്ങൾ ചായ കുടിക്കാനാണ്. 1/2 കിലോ ഷുഗറിൽ കുറച്ച് കാപ്പി വാങ്ങി കഴിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റുള്ള കോഫിയാണ്. ആൾക്കാർ കയറി തുടങ്ങി തിയേറ്ററിൽ. ഞങ്ങൾ കോഫി കുടിച്ചപ്പോഴാണ് തുറന്നത്. ഇല്ല, അധികം ചൂടില്ല ഇപ്പോൾ. അങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞു. ഇതവിടെ
ഇനി കയറാൻ പോകണം അതിൻ്റെ അകത്തേക്ക്. ഇപ്പോളാ പോണോ? ഉച്ചക്ക് പഠിക്കാം. അപ്പം ഞങ്ങൾ അകത്തേക്ക് കയറാൻ പോകണം. അകത്തേക്കായിട്ട് കാണിച്ചു തരാം. ഞങ്ങൾക്ക് സിനിമ കണ്ട് ഇറങ്ങി. നൈസ് സിനിമയായിരുന്നു. സിനിമ എങ്ങനെയാണ് പറയാം? സിനിമ സൂപ്പർ, അടിപൊളി സിനിമയായിരുന്നു. മസ്റ്റ് വാച്ച് മൂവിയാണ്. വെർത്തിട്ടാണ്. അതെ, നമ്മൾ കൊടുത്ത ക്യാഷിന് വേർത്താണ്. അത് ഇനി സെക്കൻഡൊക്കെ ഒന്ന് പെട്ടെന്ന് ഇറങ്ങിയാൽ മതി. ഫോർ സെക്കൻഡ് പാർട്ട് ചന്ദ്ര. അല്ല സോറി, ലോക. ചന്ദ്ര. ആ ചന്ദ്രനെ കാണാൻ വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഇനി നീ ഇങ്ങോട്ടത്തിന്റെ തുറക്കും. ഞങ്ങൾ കറുത്ത് വെയിലത്ത് കുരുത്തവർ എതിരാണ് തീയിൽ കുരുത്തവർ വെയിലത്ത് പാടത്തില്ലെന്നാണ്. ഞാൻ കാണത്തില്ല. ചന്ദ്ര ഇല്ല, ഇത് റിയൽ ലൈഫാണ്. ചന്ദ്രയുടെ പവർ കിട്ടണം എന്ന് തോന്നിപ്പോണു ഗൈസ്. ഓ, എന്തിനു രക്തരക്ഷ സമാനം സൂക്ഷിക്കണേ. ഞങ്ങൾ ഇവിടെ നീ ഇറങ്ങട്ടെ, നടക്കട്ടെ. ഭയങ്കര വെയിലാണ്, പിടിച്ച് നടക്കാൻ വയ്യ. അപ്പൊ ശരിക്കും മറ്റും ചത്തുണ്ടാവോ? ഇതൊക്കെ ഫുള്ള് സംശയമാണ്. അയ്യോ, ഇത് പ്രൊഡ്യൂസ് ചെയ്താണ് ജിതിൻ ഡൊമിനിക്ക. വിളിക്കും എന്റെ ചേച്ചിയുടെ ചേട്ടനെ വിളിച്ചിട്ട് കണക്ട് ചെയ്ത് തരാൻ പറയും. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഉത്തരം പറയാൻ പറയും. ഏത് ചേട്ടനാ? അൻഡോനെ. അല്ല സോറി, ആരുടെയോ അല്ല, പ്രൊഡ്യൂസർ ആരുടെയോ ഒരു ഓന്റെ ആവില്ല. ഓക്കെ ഗൈസ്, നിങ്ങൾ ഫുള്ള് വെള്ളിയാണ് പറയണത്, മനസ്സിലായില്ലേ? ഞാൻ മാത്രമേ ഉള്ളൂ ആ ഒരു പവർ ആ ഒരു കിക്കുന്നത് ഇറങ്ങിയിട്ടില്ല പുള്ളിക്കാരി എന്നാണ് പറയണത്. മസ്റ്റ് വാച്ച് ആണ് ഗൈസ്. വേർതിച്ച് പറഞ്ഞ വേർതിച്ച്. അതും വനിതാ വലിയ തന്നെ കാണണം. അത് ഞാൻ ഒട്ടും സജസ്റ്റ് ചെയ്യില്ല. കുറച്ചുകൂടി നല്ല തിയേറ്റർ ഉണ്ടെങ്കിൽ അവിടെ പോയി കണ്ടാൽ മതി. ഇവിടെ അതിൻ്റെ ഒരു ഗുമ്മ കിട്ടണില്ല. എന്നാലും കുഴപ്പമില്ല. 150 രൂപയ്ക്ക് ഓക്കെ ഓക്കെ. ഇത്ര നേരം വായും പൊളിച്ചിരുന്ന് തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് ഇപ്പൊ തിയേറ്ററിൽ നിന്നിട്ട് കാലെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയില്ല. അപ്പൊ തന്നെ തിയേറ്ററിന്റെ കുറ്റം പറഞ്ഞു തുടങ്ങി. എവർഗ്രീൻ എന്താ പറയാ, മലയാളം മൂവീസിലെ ഏറ്റവും ബെസ്റ്റ് സൂപ്പർ ഹിറ്റ് ആണ് ഈ ഒരു. നമ്മളെന്താണ് നമ്മള് പറയുമ്പോ ഓരെന്താ പറയാ വിചാരിക്കോ, അവരുടെ കാശ് വാങ്ങിയിട്ട് ഒരു രൂപ കേട്ടോ. ഞാനും കടം മേടിച്ചിട്ടാണ് കടം മേടിച്ചിട്ടാണ്. ഞങ്ങൾക്ക് ആര് സ്പോൺസേഴ്സ്? അൺഎംപ്ലോയീസ് ആണ്. അൺഎംപ്ലോയീസ്. 300 രൂപയുടെ കുർത്തി ഉണ്ട്, കാണിച്ചെടുക്കും. അതെ, 300 രൂപയുടെ കുർത്തി. വേണമെങ്കിൽ പക്ഷെ ഭംഗിയിലാണ് സ്ഥലം. വനിതാ തിയേറ്ററിന്റെ തൊട്ടിപ്പുറം, എടപ്പള്ളി. ഓക്കെ ഗൈസ്, ഞങ്ങളെന്നാ പിന്നെ ക്യാമറ പിന്നെ ഇവിടുത്തെ മെഷീൻ കോഫി അടിപൊളിയാണ് ഗൈസ്. മെഷീൻ കോഫി നല്ലതെന്നൊക്കെ പറയണേ. ആ കുഴപ്പമില്ല 30 രൂപയ്ക്ക് നൈസ്. പക്ഷെ കപ്പ് കുറച്ചുകൂടി വലുതാക്കാറുണ്ട് അവർക്ക്. കപ്പ് അല്ലേ, ഇത് കുട്ടി കപ്പ്. കപ്പ് അത് കുറച്ച് നഷ്ടമാണേലും 30 രൂപക്ക് കുഴപ്പം. രാവിലെ ഒരാൾ കുടിച്ച കാപ്പി. പക്ഷെ എൻ്റെ കോഫി നല്ല, എൻ്റെ നോർമൽ കോഫി ആയിരുന്നെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനൊരു കോഫി ലവറോ ചായ ലവറോ അല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. വിശ്വസിക്കരുത്. 30 രൂപക്ക് എൻ്റെ കോഫിയും വെറുത്തിട്ടായിരുന്നു. കൈ ഭയങ്കര വേദനയുണ്ട്. നിങ്ങൾ യൂട്യൂബേഴ്സൊക്കെ നിങ്ങൾ എങ്ങനെ ഈ കൈവേദന മാനേജ് ചെയ്യണമെന്നാ. ഇത് നമ്മുടെ സെയിം ബാഗ്. മീശോ ബാഗാടാ. ഇവിടെ ഡ്രസ് എടുത്ത മാതിരിയാണ്. ഇപ്പതേ ഞങ്ങളുടെ നേരം നടന്നു തന്നെ ഒരു പെണ്ണിന്റെ കയ്യിലും ഈ സെയിം ബാഗ്. കളർ ബ്രൗണിലും ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പക്ഷെ കാശില്ലാത്ത നമ്മളിപ്പോ അൺഎംപ്ലോയീസ് മണ്ടപിള്ള. എനിക്ക് ഉണ്ടപിള്ള. ഫോറിൻ്റെ പിള്ളേരൊക്കെ ഞാൻ പോയിട്ടില്ല ഇതുവരെ. ഞാനും അതെ. കാശില്ലായിട്ടല്ല, ഇഷ്ടല്ല. അതായത് നമ്മളത് കാശില്ല എന്ന് പറയരുത്, ഇഷ്ടല്ല എന്നേ പറയാൻ പാടും. ഒരു തേങ്ങ എടുത്തോടും എന്തെങ്കിലും ഉണ്ടാക്കാൻ. ഓക്കെ ഗൈസ്, ആൾക്കാരൊക്കെ നോക്കും എന്തോ പോലെ ജീവിക്കണം.
ബ്രോഡ്വേയുടെ ഉള്ളിലുണ്ടല്ലോ 50 റുപ്പീസിന് ഇത് കിട്ടും ഷേക്ക്. നല്ല സാധനം. ഏത് ബ്രോഡ്വേടാ? ബ്രോഡ്വേ അവിടുത്തെ ഹൈക്കോർട്ടില് എടപ്പള്ളിക്ക് നടന്നുകൊണ്ടിരിക്കണ ഞങ്ങള് അവിടുത്തെ ബ്രോഡ്വേയില് നല്ല ഷെയ്ക്ക് കിട്ടുമെന്ന് ഹൈക്കോർട്ടില്. ഇവിടെ ഒരു ഈവനിങ് ടൈം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മറൈൻ പോയിട്ട് നല്ല സൺസെറ്റ് ഒക്കെ കാണായിരുന്നു. ഇത് സണ്ണ് തലയുടെ മുകളിലാണ് ഗൈസ്. അതെ, അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ പാടില്ല. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ സണ്ണ് അവിടെ ഉദിച്ചിക്കണാണ്. സണ്ണിന് വല്ലാത്തൊരു ഞാൻ പിന്നെ വീഡിയോ എടുക്കാം, കാരണം ഇവിടെ എനിക്ക് കുട തന്നില്ല. ഇവിടെ ഒറ്റക്ക് കുട ചൂടിക്കൊണ്ടിരിക്കണേ ഗൈസ്. പിന്നെ വരാം. മെട്രോ സ്റ്റേഷനിൽ അതൊക്കെ ലാസ്റ്റ് ആവട്ടെ. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാം. തുടക്കത്തിൽ പറയാം, പക്ഷെ ഞങ്ങൾ ലാസ്റ്റ് നമ്മൾ പറയത്തുള്ളൂ. ഓക്കെ ഗൈസ്, ബൈ ഗൈസ്. തുടച്ചേക്കാം. അപ്പോൾ നമ്മൾ മറ്റേ അണ്ടർഗ്രൗണ്ടിൽ കൂടെയുള്ള വഴി കൂടിയാണ് ഇപ്പോൾ ലുലു മാളിലേക്ക് പോണത്. വേറെ ആരുമില്ല ഈ വഴി. ഇവരെ അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് ലുലു മാൾ. ഒരു മിനി ചന്ദ്ര എൻ്റെ ഒപ്പം ഉണ്ട്. ആ സിനിമ കണ്ടിറങ്ങിയതിന് ശേഷം ഞാൻ ചന്ദ്ര പറഞ്ഞു. ചന്ദ്രൻ ഇത് ചന്ദ്രമുഖിയാണ്. എനിക്ക് സൂര്യന്റെ വെട്ടം അടിച്ചിട്ട് എനിക്ക് മേലൊക്കെ എനിക്ക് സൂര്യന്റെ വെട്ടം പറ്റില്ല. എനിക്കെന്തോ എക്സ്ട്രാ ഒരു എനർജി കയറിയ പോലെ. താങ്ക് യു കല്യാണി പ്രിയദർശൻ. ഇവിടെ അങ്ങ് അപ്പുറം കിടക്കാൻ പാടില്ല. അയ്യോ അയ്യോ, സൺലൈറ്റ് ഉരുകി കണ്ട് പണ്ടാറടങ്ങട്ടെ. ഒന്ന് കുട തീർത്തു. ഇല്ല കേട്ടോ, ചന്ദ്രക്ക് കുട വേണ്ടില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. ചന്ദ്ര വേസ്റ്റാണ്. ഇത് അങ്ങാട് കയറാം. ചന്ദ്ര ഞങ്ങളങ്ങനെ അടി കൂടി മേളിലേക്ക് എത്തിയിട്ട് നടക്കുന്നു. ഭംഗിയുള്ളവർക്ക് കുറച്ച് സൗന്ദര്യം കൂടുതലാണ്. അതമ്മ ഇങ്ങനെ നിൽക്കണം എന്ന്. കാൽപ്പാട് എനിക്കറിയത്തില്ലടി. അതുമെല്ലാം ഒരു അച്ചിൽ വെച്ച് അടിച്ചിട്ടുണ്ടാവും. എനിക്കറിയത്തില്ല. ഇവർക്ക് എന്തൊക്കെ സംശയമുള്ളത്. ഞങ്ങളിത് ഇപ്പം ലുലു മാളിൻ്റെ എൻട്രി കയറുന്നതാണ്. അത് ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ്റെ അകത്ത് കൂടിയുള്ള മൂക്കിൻ്റെ കറ്റൊക്കെയാണ് കാണുന്നത് നിങ്ങൾ. സാരമില്ല, അതൊക്കെ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് എന്ന പോലെ എഴുതാൻ അറിയാത്ത ഞാൻ എഡിറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ലുലു മാളിൻ്റെ അകത്തേക്ക് കയറി. അവിടെ ഭയങ്കര വലിയ കാറ്റുണ്ട്, കൊടും കാറ്റ്. ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്. ഈ ലുലു മാളിൽ നിന്നുള്ള ഇങ്ങോട്ടേക്കുള്ള എൻട്രിയും ഒരു എന്തിട്ടാണ് മെട്രോ ഫീലാണ്. മനസ്സിലായില്ലേ? പറഞ്ഞു കൊടുക്കണത് ഞാൻ പറഞ്ഞു കൊടുക്കലാണ്. നമ്മളുടെ ചിലപ്പോൾ വ്യൂവേഴ്സൊക്കെ ചിലപ്പോൾ വേറെ ചിലപ്പോൾ കൊച്ചു കാണാത്ത ആൾക്കാർ കമന്റ് ചെയ്യരുത്. ഞാൻ കമന്റ് ബട്ടൺ ഓഫ് ചെയ്തിട്ട് കൊച്ചു കാണാത്ത മലയാളികളൊക്കെ ഉണ്ട്. എനിക്ക് ഗൈസ് എന്നുള്ള സാധനം എനിക്ക് വേണ്ട. ഇതെല്ലാവരും ഏതെങ്കിലും ഗൈസ് ഫ്രണ്ട്സിനാരും പറയാത്ത പോലെ. ഞാനീ പറയണതൊക്കെ ഇതിൽ കേൾക്കാൻ പറ്റുമെന്ന് ദൈവത്തിനറിയാം. എന്തായാലും നമുക്ക് താഴേക്ക് പോവാം. ഹൈപ്പർ മാർക്കറ്റിൽ പോവാം. ഇനിയിപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. ഫുഡ് അടിക്കണ്ടേ? അത് മറ്റേ എന്തിട്ടാണ് ഫുഡ് കോർട്ടല്ലേ? ഫുഡ് കോർട്ടിൽ പോയി നല്ല ഫണ്ട് കൊടുക്കൊണ്ട് വരും. അത്ര ഫണ്ടൊന്നുമില്ല. എനിക്ക് എന്താണെന്ന് എനിക്ക് അങ്ങനെ ഈ ബാഗ് ഈ കാല് എന്ന് ഈ ജോയിൻ്റ് ചെയ്ത് ഇങ്ങോട്ട് തലയിലേക്ക്. ഞാൻ കുറേ വിചാരിച്ചു എന്താണ് ഇതുപോലെ വെക്കണേന്ന്. ഓക്കെ, അതിനുള്ള ആൻസർ കിട്ടി. ഇപ്പോൾ നമ്മൾ താഴത്തേക്ക് പോകണം. അപ്പോൾ നല്ല ഡ്രസ്സൊക്കെ കൊള്ളാം. ലൂയിസ് ഫിലിം. ഈ കുറേ ബോള്, ക്രിക്കറ്റ് ബോൾ. ഇനി എൻ്റെ ഫേസ് കാണിക്കാം.
അപ്പോൾ ഇതും കൂടെ എല്ലാം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അരമണിക്കൂറിന് മേലുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, പക്ഷേ നിങ്ങളിത് മുഴുവനും കാണുകയും ചെയ്യണം. കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് വ്യൂവേഴ്സ് കിട്ടത്തില്ല, ഞങ്ങൾക്ക് കാശ് കിട്ടത്തില്ല. അല്ലെങ്കിൽ കിട്ടത്തില്ല, അത് വേറെ കാര്യം. അങ്ങനെ പറയല്ലോ ഇടി ഷൗമേ. ഒരു വീഡിയോ പോലും ഇട്ടിട്ടില്ല, അപ്പം തന്നെ അവൾ നെഗറ്റീവ് അടിച്ചു. മോണിറ്ററി ഓൺ ചെയ്തിട്ടാൽ മതി, പട്ടപ്പട്ടേ പറഞ്ഞിട്ട് ക്യാഷ് ചെയ്യും. ആണോ? എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷേ വ്യൂവേഴ്സ് വേണം, ലൈക്സിനെക്കാട്ടി വ്യൂവേഴ്സ് വേണം. കുഴപ്പമില്ല, റോഡിൽ കൂടെ പോകണം, എല്ലാവരും പിടിച്ചൊന്ന് കാണിപ്പിച്ചാൽ മതി. ഞാൻ എല്ലാം കാണിച്ചു തരാം നിങ്ങൾക്ക്. റോബോട്ട് മനുഷ്യൻ അതാ കുക്കീസ് കണ്ടിട്ടാണ് ഗേസ്. അതാ കുക്കീസ് കണ്ടിട്ട് മാത്രമാണ്. അങ്ങോട്ട് നോക്കരുത്, നേരെ പോകണം. കുറേ ഉണ്ട് കേട്ടോ, അത് കുറേ ഉണ്ട് കുക്കീസൊക്കെ. നോക്കാം, നമുക്കത് മേടിച്ചിട്ട് നോക്കാം. ഹൈപ്പർ നോക്കിക്കോട്ടോ, ഹൈപ്പർ അങ്ങാട്. ഹലോ ഗായ്സ്, ഇവിടെ നോക്കൂ, ഫുൾ തത്തമയം. ഈ തത്തയൊക്കെ തൂറുവരുന്നെങ്കിൽ നമ്മുടെ മേത്ത് കിടന്നത്. അസഭ്യം പറയുന്നതാണ് ഈ കുട്ടിയുടെ ഏക വിനോദം. ഇവളുടെ കൂടെ നടന്നിട്ടാ ഇവിടെ മിനിയാവുന്ന വന്നത്. മിനിയാവും തുടങ്ങിയുള്ള സഭ്യോട് ഫുൾ അസഭ്യം. ഞാനങ്ങനെ ചെയ്യും ഗായ്സ്. എത്ര നല്ല കുട്ടിയായിരുന്നു. ഗൈസ് അല്ല, ഫ്രണ്ട്സ്. അല്ല, ഫ്രണ്ട്സ്. ബിക്കോസ് ഉണ്ടല്ലോ എല്ലാ യൂട്യൂബേഴ്സും എല്ലാവരും ഗൈസ് 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 എന്ത് ഗൈസ്. അപ്പം ഞാനെന്താ പറയാൻ വേണ്ടി വന്ന് മറന്നത്. കുറേ പറഞ്ഞു ചേട്ടന്മാർ ചേച്ചിമാർ പിള്ളേർ കുറേ പേരുണ്ട്. ഓ ദി ഓറഞ്ച് ഇല്ലേ, ഈ ഓറഞ്ച് നടുക്കുള്ള അത് സാനിയ അയ്യപ്പനുണ്ട്. ഇന്ത്യയിലുണ്ട് അത്. എന്നിട്ട് എൻ്റെ ഇവക്കുണ്ട് ഡ്രസ്സല്ലേ? ഇന്ത്യയിൽ ഞങ്ങൾ ലാസ്റ്റ് ഇയർ ഓണത്തിന് അതാ ഡ്രസ് കോഡും സ്ട്രെയിറ്റ്നർ. എനിക്കത് വാങ്ങണമെന്ന് നല്ല ആഗ്രഹം പഠിച്ചിട്ട്. ഈ ബാഗ് ഒന്ന് ഇപ്പുറത്തേക്ക് ഇടും, എന്നെ തട്ടി അപ്പുറത്തേക്ക് കൊണ്ടുപോകണം ഇതിൻ്റെ ബാഗ്. എന്നെ വിളിച്ചിട്ട് പ്രൊമോഷൻ കൊടുത്താൽ നിങ്ങളിത് കാണുക. ഇപ്പൊ ഞങ്ങളൊരു മല്ല ഫാമിലിയിൽ അമ്മേനെ ഞങ്ങൾ ലിപ്സ്റ്റിക് ഇട്ട് പോയി, ഇല്ലെങ്കിൽ ടെസ്റ്റ് അടിക്കാനാന്നുള്ള പേരിൽ എല്ലാവരും കയറി അങ്ങ് ഇറങ്ങായിരുന്നു. ശരിയാണ്, പക്ഷെ ഇത് മായിച്ചിടണ്ടേ? നമുക്ക് തിന്നാം. പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്ക് പോയെന്ന് പറഞ്ഞാൽ കഴിക്കാൻ കിട്ടത്തില്ല. സ്റ്റുഡിയോ പോകണം. ഞങ്ങൾ കാശില്ലാത്തവള് സ്റ്റുഡിയോയിൽ പോകണം. വെറുതെ ഒന്ന് കയറി ഇറങ്ങി ഇതെല്ലാം കയറി ഇറങ്ങി നോക്കലാണ് കേട്ടോ. ഇതൊന്നുമില്ല, കയ്യിലൊന്നുമില്ല. തിങ്കാലും തരങ്ങാലും ഇവിടെ ഭയങ്കര നല്ല എന്നിട്ടാണ് ആ ഹൈപ്പർ മാർക്കറ്റിനുള്ളെത്തി. ഇവിടെ കുറേ ഓഫറൊക്കെ ഉണ്ട്, കുറേ ഓഫറുണ്ട്. ചന്നം പിന്നെ ഓഫർ, എന്തെടുത്താലും ഓഫർ. പല കളറിൽ ഡൗണൊക്കെ ഉണ്ട്. എനിക്ക് കുഴപ്പമില്ല. അതിൽ എന്നെ മിൽക്ക് മാതിരി. എൻ്റെ പിന്നെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പിന്നെ പ്രിഫർ ചെയ്യും. കാശിൻ്റെ എന്തെങ്കിലും മേടിക്കാതെ. ഓ, ലെക്സിന് എത്ര? ലെക്സിന് 10 രൂപ. ഇവിടെ ഇത്രയും സർഫ് എക്സലിന് 90 രൂപ, 628, 4. ഉള്ള കാശാണെങ്കിൽ അത് അപ്പം തീർക്കുകയും ചെയ്യും. പിന്നെ ഇങ്ങനത്തെ സാധനമൊക്കെ കാണുമ്പോൾ എനിക്ക് ഹാലളകും. അവിടെ ഫുഡിൻ്റെ ഒരു വലിയ തിരക്കില്ല ഇപ്പോൾ. ഇതിന് പോവാം. ഇവിടെ ഒരു ഡെസേർട്ടിൻ്റെ മാത്രം ഒരു ഇതുണ്ട്. നമ്മൾ ഇന്ന് നൈറ്റ് ഒരു എഗ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അതെ അതെ, ചോറ് ഇവിടെ ഉണ്ടാക്കി തരണം. കാരണം ചോറ് വറക്കാനും പിടിക്കാൻ ചോറ് വറക്കാൻ അറിയത്തില്ല. ഒക്കെ ടെസ്റ്റ് മാത്രമാണ്. ഇവളാണ് എൻ്റെ ടെസ്റ്റ്. ഞാൻ ഇവിടെ ടെസ്റ്റ് ട്യൂബ് ബേബിയാണ്. അത് മറ്റേ ഫുഡ് കൊണ്ടുപോകണ ബാഗ്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്, കുറേ തിരക്കുമുണ്ട്, കുറേ സാധനങ്ങളും ഉണ്ട്. ഞങ്ങൾ യൂട്യൂബേഴ്സാണെന്ന് ഇവർക്കാർക്കും മനസ്സിലായിട്ടില്ല. ഞാൻ ബാക്ക് വശം കാണിച്ചു. മീൻസ് അപ്പോൾ ഞാനൊരു ഡേറ്റ്സ് വിത്ത് ബനാന മിൽക്ക് കൊടുത്തു. കോൾഡ് കോഫി. അവളൊരു കോൾഡ് കോഫി ലവറാണ്. ടാൻഡി ലവർ എന്നൊക്കെ പറയുന്ന ഒരു കോൾഡ് കോഫി ലവർ. ഓ, ഡെസേർട്സ്.
ഡെസേർട്സ് വേണ്ട, നമുക്ക് എന്തെങ്കിലും സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും മേടിച്ചാൽ പോരെ. പായസം ഇവിടെയാണ് ചിക്കൻ ഐറ്റംസ് ഒക്കെ ഉള്ളത്. ഇവിടെ നല്ല തിരക്കുണ്ട് ചിക്കൻ ഐറ്റംസിന്. ഇവിടെ ചിക്കൻ കറി, ചിക്കൻ മഞ്ചൂരിയൻ, കുറേ സാധനങ്ങൾ. സാലഡ്സ് ഇവിടുത്തെ ഭയങ്കര ടേസ്റ്റിയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങും, ഇവിടെ നിന്ന് നിൽക്കുന്നതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഞങ്ങൾ ഇത്ര സാധനം മേടിച്ച് അപ്പോൾ ഇവളാണ് ഇന്ന് ബില്ല് ചെയ്യണത്. പക്ഷെ ഞാനത് കൊടുക്കട്ടെ, ഞാൻ എൻ്റെ ജി പേയിൽ എത്രയില്ല, കയ്യിലേ ഉള്ളൂ. അപ്പോൾ ഉള്ളത് കയ്യിൽ വേണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം മേടിച്ചിട്ട് നമുക്ക് നേരെ പോയിരുന്ന് സാപ്പിടണം. കാലൊക്കെ വേദന. ഇങ്ങനെ മേടിച്ചിട്ട് നമ്മൾ നേരെ സീറ്റ് ഉണ്ടാവുക, അതാണ് അടുത്ത ടാസ്ക്. സീറ്റിലേക്ക് അവിടെ ഞങ്ങൾ മേളിലേക്ക് പോവുകയാണ്. സാധനങ്ങളൊക്കെ മേടിച്ച് മേളിപ്പോൾ നമുക്ക് ലിഫ്റ്റിൽ പോയാൽ പോരെ. ഇത് നമ്മുടെ ലിഫ്റ്റ് വന്ന് മേളിലേക്ക് പോയി വന്നു പോയി എല്ലാം പെട്ടെന്നാണ്. ഇതിപ്പോൾ വരും. എവിടെ നോക്കിയാലും കപ്പിൾസാ. നാടില്ലാത്ത ഉണ്ടായിട്ട് ഇങ്ങനെ നടക്കാൻ നടന്നു അങ്ങോട്ട് ഫുഡ് അവിടെ. അതെ, ഫുഡ് കോർട്ട് പെട്ടെന്ന് കാണണില്ല. അപ്പം ഞങ്ങൾ ഇവിടെ കഴിക്കാൻ വേണ്ടി ഈ വഴി അങ്ങാട് ഇറങ്ങാന്ന്. ഞങ്ങളിപ്പോൾ ഈ ഗെയിം കളിക്കുന്ന പ്രത്യേക ഒരു അസുഖമാണത് കപ്പിൾസിനെ കാണുമ്പോൾ. അത് കുശുമ്പോണ്ടെന്നല്ല കേട്ടോ, ദേഷ്യമാണ്, വെറും പുച്ഛം കപ്പിൾസിനോട്. അതാണ് ഞങ്ങൾക്ക് ചെക്കനിലായിട്ടല്ല. ഹായ് പാവകൾ. അങ്ങനെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി, സിംഗിൾ സീറ്റ് കിട്ടി. ആവശ്യം വരും വെള്ളം. ഞങ്ങളങ്ങനെ ഇവിടെ വന്നിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. പെട്ടെന്ന് ഇറങ്ങത്തൊന്നുമില്ല, കൊള്ളാവും. ഒട്ടും കയ്പില്ല, കയ്പുള്ള മറ്റേ പാവക്ക് വീന്ന പോലെ. കുഴപ്പമില്ല, ടേസ്റ്റിയാണ്. നമുക്ക് ഒന്ന് കഴിക്കട്ടെ. കഴിച്ചിട്ട് ഭയങ്കര വിശപ്പ്. ഒന്നും കഴിക്കാതെ ഞങ്ങൾ സിനിമക്ക് ഇറങ്ങിയത്. അത് നല്ലതല്ലേ? ഇഷ്ടമല്ലേ? പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു. ബനാന പ്ലസ് ഡേറ്റ്സ് ഷേക്കാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് വരാം ഗൈസ്. കാരണം ഒന്നും കഴിക്കാതെ കൊണ്ട് ഞങ്ങൾ സിനിമക്ക് പോയാൽ ഇറങ്ങിയത്. ഒന്നും കഴിച്ച് ഫുഡ് വേണ്ട, വേഗം തലകറക്കാം. ഓക്കെ, ബൈ, കാണാം ഫ്രണ്ട്സ്. ഞങ്ങൾ പള്ളം നിറയെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ലെവൽ 2 ഞങ്ങൾക്ക് വഴി എത്തിയെന്ന് തോന്നുന്നു. ഉറപ്പാണോ? മെട്രോ എൻട്രി കണ്ടുപിടിക്കാൻ പറ്റണില്ല, ചുറ്റി പോണ പോലെ. ഞങ്ങൾ കുറേ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ വയറൊക്കെ നിറഞ്ഞ് മെട്രോ കയറാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. നോക്കാട്ടെ, ആരോട് ചോദിച്ചോ നോക്കട്ടെ. എടുക്കാട്ടാ, കാലും വയറൊക്കെ വേദന എടുക്കണം. പെട്ടെന്ന് റീച്ച് കയറിക്കോളും. അപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോൾ മെട്രോ എൻട്രി ഇനി മേളിലാണെന്ന് പറഞ്ഞു. ഞങ്ങൾ മേളിൽ നിന്നാണ് വന്നത്. പിന്നെ
ഞാൻ എറണാകുളംകാരി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് വലിയ പിടുത്തമില്ലാത്ത സ്ഥലമാണ് ഇതൊക്കെ. ചിലരുടെ ഷോക്ക് അടിക്കും കേട്ടോ, ഞാൻ പറയാൻ വന്നതല്ല ഷോക്ക് അടിക്കുന്നത്, അപ്പോൾ തന്നെ ഷോക്ക് അടിച്ചു ഈ കമ്പി. ഇതൊക്കെ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ടെക്നിക്കാണ് പിടിക്കാതിരിക്കാൻ വേണ്ടി. ഭയങ്കര ഷോക്ക്. അപ്പോൾ ആ ചേട്ടൻ പിടിച്ച് വെക്കാൻ ഷോക്കില്ല അവിടെ നിന്ന് പിടിച്ചു കാണാം, ഷോക്ക് അടിച്ച ആവണമാണ് ചാവട്ടെ ചെത്തുപട്ടെ. അതിവിടെ കൂടുതൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യണോണ്ടായിരിക്കും, കൂടുതൽ പറ്റി ഇത് വേണമല്ലോ, അതുകൊണ്ടായിരിക്കാം. പക്ഷെ അവൻ എന്തടിക്കാത്ത അതെനിക്കറിയത്തില്ല. ഇത് ലെവൽ പറഞ്ഞാ നമുക്ക് നോക്കാം എവിടെയാണെന്ന്. എനിക്ക് വയ്യ ഇനി. ഇതിൻ്റെ മേളാന്നല്ലോ പറഞ്ഞേ ചേട്ടൻ. ചെബ്ലു അല്ല, ഇത് നല്ല ഭംഗിയില്ല ഇത്. ആ പെണ്ണിൻ്റെ ആ മനുഷ്യൻ്റെയും കൊള്ളാം, ആ ഭൂമിയിൽ ഈ പെണ്ണിനെയും കൊള്ളാം, ഈ പെണ്ണിനും കൊള്ളാം. ഇവിടെ എന്താ സാധനത്തിനെ കണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ എന്താണെന്ന് മനസ്സിലാവണില്ല. എന്തായാലും കാണിച്ചു തരും. തെയ്യത്തിനുണ്ട് സാധനങ്ങളുണ്ട്. നഗുമുഖി, ദി ലെജൻഡ് ഓഫ് നഗുമുഖി. ദൂരദേശത്ത് എവിടെയോ കൂത്ത് കഴിഞ്ഞ് ആ നാടോടി സംഘം. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് വായിക്കാം. എവിടെ? ആഫ്റ്റർ ദയർ പെർഫോമൻസ് ഇൻ എ ഫാറവേ ലാൻഡ് ഞങ്ങൾക്ക് യൂട്യൂബേഴ്സിന് അങ്ങനെയൊക്കെയാണ്. എനിക്കറിയാം, വെള്ളാട്ടല്ല പിന്നെ എന്തിനാ എന്നൊക്കെ നമ്മൾ വായിക്കേണ്ട കാര്യമില്ല. നമുക്ക് യൂട്യൂബിൽ ചെന്ന് ഗൂഗിളിൽ ചെന്ന് നോക്കാം. ചന്ദ്രമുഖി എന്താ? ചന്ദ്രമുഖിയാ? എന്താ എന്താ മുഖിയായിരുന്നു? നാഗമുഖിയോ? കണ്ടു കഴിച്ചിട്ട് ഞങ്ങളുടെ ബുദ്ധിക്ക് പകർന്നു. വെള്ളൂടെയുള്ള നടപ്പ് കിടപ്പിയല്ല, അത് അതിൻ്റെ കിടപ്പില്ല കേട്ടോ, സോറി. ഓ, ഇന്നലെ ഈ കൊച്ചു കിടക്കണ കിടപ്പ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു രാവിലെ ആകുമ്പോഴേക്കും നെല്ലെത്തിണ്ടാവും. ആ എന്താ അച്ഛത്തെ അങ്ങനെ വന്ന് കുറച്ച് കമ്പിയുടെ മണ്ടയിലായിരുന്നു കാലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് ടിക്കറ്റ് എടുക്കട്ടെ, ഓൺലൈൻ എടുത്താൽ പോരെ ഗൈസ്? അങ്ങനെ ഞങ്ങൾ പിന്നെയും മെട്രോ കയറിയിരിക്കുന്നു. കാലൊക്കെ വേദന എടുക്കണം, കാരണം ഞങ്ങൾ ഓടി. ഞങ്ങൾ വന്നപ്പോഴേക്കും ഒരു ട്രെയിനിന് എടുക്കാറായി, അതൊക്കെ പെട്ടെന്ന് ഓടി കയറി. കാലെപ്പറ്റി എന്ത് വലിയ കുറ്റം പറയുക. മാറിയൊരു ഹോസ്റ്റലിനെ പറ്റിയാണ് പിന്നെ കുട്ടികളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇരിക്കാൻ സ്ഥലമില്ല. അവിടെ നിങ്ങാട് വന്നപ്പോഴും ഞങ്ങൾക്ക് ചിരിക്കാൻ സീറ്റ് ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നും സീറ്റ് എന്ത് എനിക്കറിയത്തില്ല കേസ്. അപ്പം ഞങ്ങൾ അങ്ങനെ മെട്രോയൊക്കെ ഇറങ്ങി ഹോസ്റ്റലെത്താറായി. ക്ഷീണിച്ച് നടന്ന് ക്ഷീണിച്ച്. സംഭവം ബിരിയാണി പോലെ അല്ല കഴിച്ചത്, പക്ഷെ ആകെ മത്തായി. ഇവൾക്ക് പിന്നെ എന്ത് കഴിച്ചാലും അവൾ പെട്ടെന്ന് കീറുന്നു എന്നാണ് പറയണത്. പാലക്കാട് കാര്യ നീ എറണാകുളത്ത് എനിക്കുണ്ടായിരുന്നു ചെറിയ സാധനങ്ങൾക്കൊക്കെ കിട്ടുമ്പോൾ തന്നെ കിക്കാവാൻ. അപ്പം ഞങ്ങളത് നടന്ന് അവിടെ ഇങ്ങനെ എത്തി. അപ്പോൾ ഫ്രണ്ട്സ് പറ ഹായ് ഫ്രണ്ട്സ്. ഞങ്ങളപ്പോൾ ഫുഡ് കഴിച്ച് തീർന്നു. എന്ത് ഫുഡ് കഴിച്ചത്? ഞങ്ങൾ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അമേരിക്കൻ ഡിഷ് മാതിരി. ബ്രേക്ക്ഫാസ്റ്റ് രാത്രി അല്ല സോറി ഡിന്നർ. ഗൈസ് നമുക്ക് കുറച്ച് വിദ്യാഭ്യാസം കുറവാണ്, നിങ്ങൾ ക്ഷമിക്കണം. ഇവള് എന്നിട്ടാണ്
മറ്റേ ഇതുണ്ടാക്കി. അപ്പം ഞങ്ങൾ ഇന്നലെ കുറേയൊക്കെ ചെയ്ത് കുറേ കറങ്ങി ചുറ്റി നടന്ന് ടയേർഡായി. അത് മിണ്ടായിരിക്കും. ടയേർഡായി വന്ന് കുറച്ച് ഞങ്ങൾ ഫ്രീ ആണ്. എടി ഒന്നും മിണ്ടാതിരിക്കടി ചിലക്കാതെ. ഇപ്പം അത് ഞങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോലെയാണ്. ഇന്നലത്തെയും മിനിയാവുന്നത്തെയൊക്കെ ഉണ്ട്. ഇന്നത്തെയും ഇന്നലത്തെ ഉണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് വെക്കണം. എഡിറ്റ് അറിയത്തില്ല, ഞാൻ എഡിറ്റ് ചെയ്യും.